നമ്മൾ തെങ്ങ് എങ്ങനെയാണ് വളം തോലിട്ട് മൂടാന്ന് നോക്കാം. ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ തൊഴിൽ അതൊക്കെയാണ്. ഓക്കെ, അതൊക്കെ മൂടിക്കഴിഞ്ഞതാണ്. ഇതൊക്കെ മൂടിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് ഇപ്പോൾ മൂടുകയാണ്. ഇതൊക്കെ മൂടാനുള്ളതാണ്. ഇങ്ങനെയാണ് തെങ്ങ് മൂടുക അല്ലേ? തെങ്ങ് തോലിട്ട് മൂടുകയാണ്. അത് ഇങ്ങനെ തെങ്ങിടുക. ഇങ്ങനെ മൂടുക. മുന്നിട്ട് ഈ തോലൊക്കെ ഉണ്ടല്ലോ, തോല് കാണാൻ പാടില്ല. തോലിൻ്റെ മേലെ മണ്ണിടും. തോലിൻ്റെ മേലെ മണ്ണിടും. മണ്ണിട്ടിട്ട് ഇതെങ്ങനെ ചവിട്ടി താത്തുക ചെയ്യട്ടോ. വളവും തോലൊക്കെ ഇട്ടതാണിത്. ഇതിന് മേലെ നമ്മൾ മണ്ണ് ഇങ്ങനെ ഉണ്ടാകും. മനസ്സിലായി? കുറേശ്ശെ മണ്ണ് ഇടാൻ പറ്റുള്ളൂ. തോലിങ്ങോട്ട് കാണാതിരിക്കാനുള്ള മണ്ണ് മാത്രം കൂടുതൽ ഇടേക്കും. അത് വട്ടത്തിൽ. എന്നിട്ട് പിന്നെ ഒരു കുണ്ടായിരിക്കണം. മണ്ണൊക്കെ മൂടി തോലൊക്കെ മൂടിയതിൻ്റെ ശേഷം കുണ്ടായിരിക്കണം. എന്നാൽ നമുക്ക് പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഓരോ ഓലകൾ, പൊന്തകൾ, ഇതൊക്കെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് വെട്ട് അതിലിടുക. പിന്നെ 2-3 കൊല്ലത്തിന് നമ്മൾ തുരക്കേണ്ട ആവശ്യമില്ല. 2-3 കൊല്ലത്തിന് നമ്മൾ തുരക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു കുണ്ടിൽ തുരക്കുക. വേര് കാണുന്നവരെ, വേര് പൊട്ടിക്കാൻ പാടില്ല. വേര് കാണുന്നവരെ കുറച്ചൊരു രീതിയിൽ തുറക്കുക. എന്നിട്ട് അതിൽ തോലും വളവും ഇതൊക്കെ ഇട്ടിട്ട് ഒരു 10-15 ദിവസം അത് കഴിഞ്ഞിട്ട് ഇതേമാതിരി തോല് മൂടുക. ഇതേമാതിരി മൂടുക. മൊത്തത്തിൽ ഇങ്ങോട്ട് ചെത്തിയെടുത്ത് ആദ്യം ചണ്ടിയൊക്കെ ഇങ്ങോട്ട് ചെത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ മണ്ണിട്ട് മൂടുക. എന്നാൽ പിന്നെ ഒരു ലേശം കുണ്ടായി വന്നു. എന്നിട്ട് പിന്നെ നമ്മൾ തോട്ടത്തേക്ക് വരുമ്പോൾ ഈ പട്ടകളും ഈ കാണുന്ന പൊന്തകളൊക്കെ വെട്ടിയിട്ട് ഓരോന്നിൻ്റെ ചോട്ടിങ്ങനെ ഇടുക. അപ്പോൾ പറമ്പൊരു വൃത്തിയായി, തെങ്ങിന് വളവും കിട്ടി. ഓക്കെ, എന്നാൽ അങ്ങനെ ചെയ്യാം.